എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. SRTC ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAക്കും നോട്ടീസ്. എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. ബെസ്റ്റ് ജാതകം ആരുടെ? നിന്റെ. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ. ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7-7:30 ആയി കാണും. ഇവിടെ മൈത്തോണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കുറ്റപത്രത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയതിനെതിരെ KSRTC ഡ്രൈവർ യദു പരാതിപ്പെട്ടിരുന്നു. നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. എന്താ കണ്ടക ശനിയാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ലെന്ന്. മുൻ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLAക്കുമാണ് ഇപ്പോൾ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൽ നമ്മളെപ്പോഴും സിസ്റ്റമാറ്റിക് ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഒറ്റമൂല് പറഞ്ഞു തരട്ടെ. എന്താ? എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. നേരത്തെ തന്നെ പോലീസ് അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതിൽ മേയറുടെയും MLAയുടെയും പേരില്ലാതെ രാഷ്ട്രീയ പ്രേരിതമാണ് നീക്കമെന്ന് കാണിച്ചുകൊണ്ട് യദു പോലീസിൽ കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. അതിന്റെ ഇവിടുത്തെ വ്യവസ്ഥ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. സ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൽ വിശദീകരണം നൽകാനാണ് ഇപ്പോൾ ആരിക്കും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള അതിന്റെ MLAക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൽ ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന് കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. പ്രധാനമായും കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിൽ അസഭ്യം പറഞ്ഞതുപോലെ തന്നെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് ആരോപിച്ചാണ് മേയറും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള MLAയും പോലീസിൽ പരാതി നൽകുന്നത്. എന്നാൽ അതെ ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. കേരളത്തിലെ സഖാക്കളെ പറ്റിയൊക്കെ അറിയില്ലെന്ന് ചോദിക്കണോ? ഭാഗം എന്ന് പറയുന്നത് ഇതിൽ കൃത്യനിർവഹണത്തിൽ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മോശമായ പെരുമാറ്റമോ അല്ലെങ്കിൽ സംസാരമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതേ തുടർന്ന് ഈ ജോലിയിൽ നിന്നടക്കം യദുവിനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പിന്നീട് ഈ മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തും. പോലീസ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ ആര്യയുടെ സഹോദരൻ മാത്രമായിരുന്നു പ്രതി. അതും പെറ്റി കേസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സീബ്ര ലൈനിൽ വാഹനം നിർത്തി എന്നുള്ള ഒരു പരാതിയിലാണ് നടപടി അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ പെറ്റി വീണ ഒന്നും അറിയാത്ത മാലാഹ കുഞ്ഞുങ്ങളാണല്ല. ഒരു കുടുംബത്തിൽ ഒന്നും എങ്ങനെയാവാം? എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയത്? നടപടികളൊന്നും ഉണ്ടായില്ല. ഇതിനെതിരെയാണ് യദു കോടതിയിൽ ഹർജി നൽകിയത്. അതിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഒരു നടപടി. നോട്ടീസ് അയക്കുന്നു ആരിക്കും MLAക്കും എന്നുള്ളതാണ്. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തിരിയല്ല. കുറെ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്ത് പുല്ലാണ് അതിന്റെയൊക്കെ സായുധ വിപ്ലവം? ഒരു തോക്ക് നീ കണ്ടിട്ടുണ്ടോ? ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാവോ? അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം. എടാ മേലനങ്ങാതെ ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.